വഖഫ് ഭേദഗതി ബില്ലിനെ ചൊല്ലി എൻഡിഎ ഘടകകക്ഷികൾക്കിടയിൽ അതൃപ്തി പുകയുകയാണ്. വഖഫ് ഭേദഗതി ബില്ലിലെ പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിതീഷ് കുമാറിന്റെ ജെഡിയുവിൽ നിന്ന് 5 മുതിർന്ന നേതാക്കൾ രാജിവെച്ചു. വഖഫ് ഭേദഗതി ബില്ലിനെ പാർട്ടി പിന്തുണച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ രാജി. ജെഡിയുവിലെ ഒരു വിഭാഗത്തിന് പാർട്ടി നിലപാടിൽ വലിയ അമർഷമുണ്ട് എന്നതാണ് നിലവിലെ റിപ്പോർട്ട്. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിൽ തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേതാക്കൾ രാജിവെച്ചിരിക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും പാസായ വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നിയമമായി മാറും. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായത്. ജെഡിയു യുവജന വിഭാഗം വൈസ് പ്രസിഡന്റ് തബ്രീസ് ഹസൻ, ജെഡിയു ന്യൂനപക്ഷ സെൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാനവാസ്, മാലിക് അലിഗഡിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് തബ്രീസ് സിദ്ദിഖി, ഭോജ്പൂർ ആസ്ഥാനമായുള്ള അംഗം മുഹമ്മദ് ദിൽഷൻ റെയ്ൻ, മുഹമ്മദ് കാസിം അൻസാരി എന്നിവരാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ജെഡിയു മേധാവിയും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന് തബ്രീസ് ഹസൻ തന്റെ രാജിക്കത്ത് അയച്ചത്. ബില്ലിനെ പിന്തുണച്ച പാർട്ടിയുടെ നടപടി മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസം തകർത്തുവെന്ന് അദ്ദേഹം തന്റെ രാജിക്കത്തിൽ പറയുന്നുണ്ട്. നിതീഷ് കുമാർ മതേതര പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളുടെ മതേതര പ്രതിച്ഛായ നിലനിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ ആവർത്തിച്ച് പ്രവർത്തിച്ച ശക്തികൾക്കൊപ്പം നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, മുത്തലാഖ് നിയമം, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ മുൻകാല നീക്കങ്ങളുടെ തുടർച്ചയായാണ് എൻഡിഎ സർക്കാരിന്റെ വഖഫ് ബിൽ കൊണ്ടുവന്നത്. അത് മുസ്ലിം താൽപര്യങ്ങൾക്ക് ദോഷം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ബില്ലിനെ എതിർക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ട ഉറുദുവിലും ഹിന്ദിയിലും മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അവ അവഗണിക്കപ്പെട്ടുവെന്ന് ഹസൻ കൂട്ടിച്ചേർത്തു. വളരെ ആലോചിച്ച ശേഷമാണ് രാജിയെക്കുറിച്ച് തീരുമാനിച്ചത് എന്നും ഇത് തന്റെ ഉത്തരവാദിത്തത്തിന്റെ അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു ഘടകകക്ഷിയായ RLDയിലും, അതായത് രാഷ്ട്രീയ ലോക്ദളിലും നേതാക്കൾ പാർട്ടി വിടുക തന്നെയാണ്. ഉത്തർപ്രദേശിൽ RLDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഷഹസൈബ് റിസ്വി വെള്ളിയാഴ്ച പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. പാർട്ടി മേധാവി ജയന്ത് ചൗധരി മതേതരത്വം ഉപേക്ഷിച്ചുവെന്നും മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം തന്റെ രാജിക്കത്തിൽ ആരോപിച്ചു. മുസ്ലിങ്ങൾ വലിയ തോതിൽ ജയന്ത് ചൗധരിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം മുസ്ലിങ്ങൾക്കൊപ്പം നിന്നില്ല എന്ന് റിസ്വി ചൂണ്ടിക്കാണിച്ചു. ജില്ലാ തലത്തിലുള്ള നിരവധി നേതാക്കളും പാർട്ടി വിടുന്നുണ്ട്. ഹാപൂരിലെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് സാക്കിയും ഒരു കൂട്ടം പ്രാദേശിക നേതാക്കളും രാജിവെച്ചു. മുസ്ലിം വിഷയങ്ങളിൽ ഒരു പാർട്ടി മൗനം പാലിച്ചുവെന്നും തത്വങ്ങളെക്കാൾ അധികാരത്തെ പാർട്ടി തെരഞ്ഞെടുത്തുവെന്നും RLD മേധാവിക്ക് അയച്ച കത്തിൽ സാക്കി എഴുതിയിരുന്നു. പൊതുജന താൽപര്യത്തെക്കാൾ രാഷ്ട്രീയ അഭിലാഷത്തിലാണ് പാർട്ടി ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമായി. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്ത 232 പ്രതിപക്ഷ MPമാർക്ക് സാക്കി നന്ദി പറയുകയും ചെയ്തു. സർക്കാരിന് ഭൂരിപക്ഷത്തിനുള്ള എണ്ണമുണ്ട് എങ്കിൽ പോലും ഭരണഘടനയ്ക്കൊപ്പം നിന്നത് ആരാണെന്ന് ചരിത്രം ഓർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭയിൽ 232-ന് എതിരെ 288 വോട്ടുകൾ, രാജ്യസഭയിൽ 95-നെതിരെ 128 വോട്ടുകൾക്കുമാണ് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായത്. എന്നാൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വഖഫ് ബിൽ ഒരു ചരിത്രമാകും എന്ന് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ രാജ്യം മുഴുവൻ പ്രതിഷേധത്തിലേക്ക് നിൽക്കുന്ന ഈ ബില്ല് പാസ്സാകാതിരിക്കാൻ വേണ്ടി മുസ്ലിം സമുദായ നേതാക്കളുടെ ഭാഗത്തു നിന്നും അതേസമയം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉത്തരേന്ത്യയിൽ പ്രകടമാണ്. മാത്രമല്ല, കോൺഗ്രസ് ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്.